2023 മോഡൽ. 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 10,000 കിലോമീറ്റർ. പൊതുവെ ഇപ്പൊ എല്ലായിടത്തും നമ്മൾ വണ്ടിയുടെ വില കുറച്ചിട്ടുണ്ടല്ലോ. നമ്മളും കുറച്ച് റേറ്റ് ആണ് പറയുന്നത്. കുറച്ചിട്ടുണ്ട്. B4 ഏതാ മോഡല്? 24 മോഡൽ. 24 മോഡല് 10,000 കിലോമീറ്റർ ഓടിയത്. 10,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഇതാണ് ഇതിലെ ട്രൈംഫ് ആണെങ്കിലോ? 2025 മോഡൽ. എത്ര ഓടിയെന്ന് പറഞ്ഞാൽ? 4,500 കിലോമീറ്റർ. വെറും 4,500 കിലോമീറ്റർ. അടുത്ത് കുറച്ച് ഡൂക്ക് ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ. 2,000 കിലോമീറ്റർ, 8,000 കിലോമീറ്റർ ആ റേഞ്ചാണ് ഓടിയിരിക്കുന്നത്. എത്ര ഓടിയിട്ടുണ്ട്? 6,000 കിലോമീറ്റർ ആണ്. 6,000 കിലോമീറ്റർ അല്ലേ? 2023 മോഡൽ. 23 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് 30 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചൊരു 15 രൂപ ആ റേഞ്ചിലൊക്കെ ഇറക്കാൻ പറ്റും. ഓക്കെ. നമ്മുടെ വീട് NS 160 ഇരിക്കുന്നുണ്ട്, NS 200 ഇരിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങോട്ടും കുറച്ച് വണ്ടികൾ ഇരിക്കുന്നുണ്ടല്ലേ. ഏകദേശം 70-75 ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോ റേഡിയോ 12,000 കിലോമീറ്റർ, ഇത് 10,000 കിലോമീറ്റർ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഒരു യൂസ്ഡ് ബാഗ് ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യണം. ഒരു യൂസ്ഡ് ബാഗ് ഷോറൂമിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ എവിടെയല്ല, എറണാകുളം ജില്ലയിൽ കെന്നഡിമുക്കിലുള്ള മോട്ടോ ബി എന്ന യൂസ്ഡ് ബാഗ് ഷോറൂമിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ നമുക്ക് വണ്ടികൾ പരിചയപ്പെടാം. അതിനു മുമ്പ് ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ട് നമ്മുടെ വീഡിയോയിൽ നിൽക്കുന്നത്. ആളിവിടെ ക്രിക്കറ്റ് കളിൻ്റെ നിൽക്കണം അല്ലേ? അമൽ എന്നല്ല പേര്. എന്നാ ഇനി എന്നെ എണീച്ച് വിട്ട്. അപ്പൊ ലൊക്കേഷൻ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? കെന്നഡിമുക്ക്. ഓക്കെ. വേറെ കറക്റ്റ് പറയണെങ്കിൽ ലാൻഡ്മാർക്ക് കപ്പേളയുണ്ട്. കപ്പേള. ഓക്കെ. പിന്നെ എന്താ ലാൻഡ്മാർക്ക്? നമ്മുടെ ഷോറൂമാണ്. ഒരു നാലംകുടി ജംഗ്ഷൻ ഷോറൂമിന്റെ ഫ്രണ്ടിൽ ഒരു സംഭവം ഉണ്ട്. പേര് പറഞ്ഞ് ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇവിടെ എത്തിപ്പെടാം. എറണാകുളത്ത് എത്തിപ്പെടാം, കാക്കനാട് എത്തിപ്പെടാം, എടപ്പള്ളി എത്തിപ്പെടാം, എല്ലാ സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു നാലംകുടി ജംഗ്ഷനിലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. അപ്പൊ നമുക്ക് കഥ പറയാതെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തുടങ്ങാം. അപ്പോ ആദ്യം നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങിയാലോ? എന്നാ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. അതുകൊണ്ട് എല്ലാം ഇന്ന് എന്നിട്ട് എയറിലാക്കിയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഡിയോ ഏതാ മോഡല്? 2023 മോഡല്. 2023 മോഡല് സിംഗിൾ ഓണർഷിപ്പ്. 10,000 കിലോമീറ്റർ. 10,711 കിലോമീറ്ററുടെ വണ്ടിയാണ്. നമ്മുടെ വില എങ്ങനെ ഇപ്പൊ? 79 രൂപ. 79. ഇപ്പത്തെ വിലയാണോ പണ്ടത്തെ വിലയാണോ? ഇപ്പത്തെ വില. ചോദിച്ചു വേറെ ഒന്നും ഉണ്ടല്ല. പൊതുവെ ഇപ്പൊ എല്ലായിടത്തും നമ്മൾ വണ്ടിയുടെ വില കുറച്ചിട്ടുണ്ടല്ലോ. നമ്മളും കുറച്ച് റേറ്റ് ആണ് കുറച്ചിട്ടുണ്ട്. അപ്പൊ 29,000 വേണ്ട ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം എത്ര വരും ഡൗൺ പേയ്മെന്റ്? ഒരു 15 രൂപ അടച്ചു കഴിഞ്ഞാൽ 15 രൂപ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ സ്കൂട്ടേഴ്സ് ഇത് മാത്രമല്ല പുറത്തിരിക്കുന്നുണ്ട്. ഒരു സ്കൂട്ടർ ഇവിടെ അവിചാരിതമായിട്ട് വന്നതാണ്. ഒരു എക്സ്പൾസ് ഇപ്പൊ ഒന്നാണത് അല്ല, ഇത് 2 ദിവസമായി. ഇപ്പൊ അകത്തേക്ക് എത്തിയതാണല്ലോ. പുറത്ത് എന്തെങ്കിലും ടോക്കൺ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ടോക്കൺ ആണ്. അപ്പൊ ഇത് വിറ്റ് പോകും ഉടനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഡീറ്റെയിൽ പറയണമെങ്കിൽ ഇത് 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, 34,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 34,000. എന്താ വില? റേറ്റ് 1.15. 1.15 നമ്മൾ ഇട്ടേക്കുന്നത്. അടുത്തത് ഇങ്ങനെയാണ് പോലെ V3 അല്ലേ? V4 മാറിപ്പോയി. V4 ഏതാ മോഡല്? 24 മോഡല്. 24 മോഡല് 10,000 കിലോമീറ്റർ ഓടിയത്. 10,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 24 അല്ലേ മോഡല്? 24. എന്താ വില നമ്മുടെ? 1.55. 1.55 വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഒരു 25-30 ഒക്കെ ഡൗൺ പേയ്മെന്റ്. ഒരു 25 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്നതാണ്. NS ആണെങ്കിലോ? NS ആണെങ്കിൽ 24 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. റേറ്റ് 1.45 രൂപ. 1.45 NSന്റെ വില വരുന്നത്. 24 മോഡല് പുതിയ മോഡലാണ്. എത്ര ഓടിയിട്ടുണ്ട്? 20,000 കിലോമീറ്റർ ആണ്. ഡൗൺ പേയ്മെന്റ് എത്ര വരും വണ്ടിക്ക്? ഒരു 30 രൂപ ഉണ്ടെങ്കിൽ 30 രൂപയാണ് ഡൗൺ പേയ്മെന്റ്. നമുക്ക് സ്പോട്ട് ഇറക്കാം. നമുക്ക് ഫിനാൻസിന്റെ ഡോക്യുമെന്റ് ആധാർ കാർഡും പാൻ കാർഡും വേറെ എന്തെങ്കിലും നല്ല ട്രാക്കും അത്യാവശ്യം ലാൻഡ് ടാക്സും കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 10 രൂപ 15 രൂപയ്ക്കൊക്കെ എല്ലാ വണ്ടികളും. സിവിൽ സ്കോർ 650 മേലെ വേണം എന്ന് ഇപ്പോൾ ഉണ്ട്, നിർബന്ധമുണ്ട്. അപ്പൊ സിവിൽ കുറവുള്ളവർക്കും നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ഓക്കെ. -1 ആണെങ്കിൽ കുഴപ്പമില്ല, കയറി പൊക്കോളൂ അല്ലേ? എന്തെങ്കിലും ലോൺ എടുത്തിട്ട് അടക്കാതെ കുറച്ച് കുറഞ്ഞ് നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാൻ പറ്റും. ചെയ്തു കൊടുക്കാം. അടുത്ത ഡ്യൂക്ക് ഏതാ? അത് 250 ആണ്. 2024 മോഡല്. പുതിയ മോഡൽ വണ്ടി. നല്ല ഡിസൈൻ. 2.15 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതെല്ലാം ആസ്കിംഗ് അല്ലേ? എന്തെങ്കിലും കുറയോ? നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആയി കൊടുക്കാം. അപ്പൊ ഇതിന് എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഇത് നമുക്കൊരു 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ. ഓക്കെ. ഇതാണ് ഇതിലെ ട്രൈംഫ് ആണെങ്കിലോ? 2025 മോഡല് 400. ഓക്കെ. T400 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 4,500 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. എത്ര ഓടിയെന്ന് പറഞ്ഞാൽ? 4,500 കിലോമീറ്റർ. വെറും 4,500 കിലോമീറ്റർ. അപ്പൊ പുതിയ വണ്ടിക്ക് പകരം ഈ വണ്ടി എടുത്ത് മതി. അപ്പൊ നമ്മുടെ 2025 മോഡലുമാണ്. 4,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഓക്കെ. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2.20 കൊടുത്തേക്കാം. 2.20 കൊടുത്തേക്കാം. അപ്പൊ ഇതിന് ശരിക്കും പുതിയതിന് എന്ത് വില വരുന്നുണ്ട്? 2.79 ഓക്കെ, അത്രയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പുതിയ വണ്ടി എടുക്കണമെങ്കിൽ അതിന് പകരം എടുക്കാൻ പറ്റുന്ന
1 മാസം 1-1.5 മാസം പഴക്കമുള്ളൂ. അടുത്ത് കുറച്ച് ഡ്യൂക്ക് ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ. 24 മോഡല്. 24 മോഡൽ. 24 മോഡലാണ്. ഓക്കെ, 24 മോഡല്. ഇതൊക്കെ നമുക്ക് ഒരു 1.85 കൊടുത്തേക്കാം. 1.85. എത്ര ഓടി? 2000 കിലോമീറ്റർ, 8000 കിലോമീറ്റർ റേഞ്ച് ആണ് ഓടിയിരിക്കുന്നത്. ഓക്കെ, എത്ര വില പറഞ്ഞത്? 1.85 കൊടുക്കാം. 1.85. അപ്പൊ ഇതിനും ഒരു 35-40 ഒക്കെ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടികളാണ്. അടുത്ത് വീണ്ടും ഡ്യൂക്ക്. ഇത് 2022 മോഡലാണ്. ഇത് നമുക്കൊരു 1.45 കൊടുത്തേക്കാം. 1.45. 1,45,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇത് 200 അല്ലേ? 200 ആണ്. അപ്പോൾ അതും 200 ആയിരുന്നല്ലേ പറഞ്ഞത്? 200 ആണ്. 24 ഏതൊക്കെ മോഡലായിരുന്നു? 24 മോഡൽ, 22 മോഡൽ. 24-ഉം 22-ഉം. ഇത് 1.45 അല്ലേ? അപ്പോൾ 1.45 എന്ന് പറയുമ്പോൾ ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 രൂപയ്ക്ക് നമുക്ക് 10 രൂപ ഇറക്കാം അല്ലേ? ഈ NS പുതിയ മോഡലാണോ? പുതിയ മോഡൽ 23 മോഡൽ 160 ആണത്. ഓക്കെ, 23 മോഡല്, 16,000 കിലോമീറ്റർ. 16,000 കിലോമീറ്റർ. ഹെൽമെറ്റ് ഫ്രീ ആണോ? ഹെൽമെറ്റ് ഫ്രീ അല്ല. ടെസ്റ്റ് ഡ്രൈവിനുള്ള ഹെൽമെറ്റ് ആണല്ലേ? എന്നാലും ഒരു കസ്റ്റമർ വന്നിട്ട് ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റ് കൊടുക്കാം. അപ്പൊ ഇതിന്റെ വില എത്ര? ഇതിന് നമുക്ക് ഒരു 97 രൂപയ്ക്ക് കൊടുക്കാം. 97,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അല്ല, കിടലൻ വണ്ടിയാണ്. അത്ര ഓടിയിട്ടല്ലേ ഉള്ളൂ. എത്ര ഓടിയെന്ന് പറഞ്ഞാൽ? 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്തത് ഇവിടെ ഒരു വേറെ സാധനം ഇരിക്കണ്ടല്ലോ. ഇത് നമുക്ക് ഡ്യൂക്ക് 200 അല്ല 125 ആണ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ? 19 മോഡല്. വിൻഷീൽഡ് കയറിയിട്ടുണ്ട്. ഓക്കെ, പഴയ ഹെഡിന് അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം നീറ്റ് ആണ്. ക്ലീൻ പീസ് വണ്ടിയാണ്. നമ്മുടെ വില എത്ര വരുന്ന? ഇത് നമുക്കൊരു 1.8 കൊടുക്കാം. 1,80,000. ഫിനാൻസ് കയറൂലേ? ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് 10,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഡ്യൂക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എക്സ്ട്രീം ഏതാ മോഡൽ? ഇത് എക്സ്ട്രീം 2024 മോഡൽ. 24 മോഡൽ പുതിയ വണ്ടി. എത്ര ഓടിയിട്ടുണ്ട്? 6,000 കിലോമീറ്റർ. 6,000 കിലോമീറ്റർ അല്ലേ? വില എന്താ വരുന്ന? ഒരു 90 രൂപ കൊടുത്തേക്കാം. 90,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഓക്കെ, ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. എത്ര ഡൗൺ പേയ്മെന്റ് വരും ഫിനാൻസിൽ? ഒരു 10 രൂപ അടച്ചേക്കാം. 10,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി കിട്ടുന്നതാണ്. അടുത്തത് NS N150. ഓക്കെ, N150 ഏതാ മോഡൽ? 2023 മോഡൽ. 23 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്ക് പ്രൈസ് വരുന്നത് ഒരു 99 രൂപയ്ക്ക് കൊടുക്കാം. 99,000 രൂപ അല്ലേ? എത്ര ഓടിയിട്ടുണ്ടായിരുന്നു? 13,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇതും നിസാര ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഏകദേശം 15 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത RS 200 ഏതാ മോഡൽ? അത് 2024 മോഡൽ. 24 മോഡൽ. 1.40. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. 1.45 ആണ് വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതും ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് 30 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചൊരു 15 രൂപ ആ റേഞ്ചിലൊക്കെ ഇറക്കാൻ പറ്റും. ഓക്കെ, എന്നാലും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അടച്ചാൽ വെറുതെ ഡൗൺ പേയ്മെന്റ് കുറച്ചിട്ട് അടവ് കൂട്ടണ്ട. പലിശ കൂടുതലായിരിക്കും റീഫിനാൻസിന് വരുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡി ക്യാഷ് എടുക്കാം, അല്ലെങ്കിൽ ഗോൾഡോ എന്താ കാര്യം ചെയ്തിട്ട് എടുക്കാം. അതൊക്കെ ആയിരിക്കും നല്ല മാർഗ്ഗങ്ങൾ. പക്ഷെ എല്ലാവർക്കും നമുക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല, കച്ചവടം നടന്നത്. പക്ഷെ നിങ്ങൾക്ക് ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ റീഫിനാൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അത് പലിശ കൂടുതലായിരിക്കും. പേഴ്സണൽ ലോൺ കിട്ടുകയാണെങ്കിൽ അത്രയും ലോണോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അറേഞ്ച് ചെയ്താലും മതി. ഓക്കെ, അതായിരിക്കും ലാഭം. അടുത്തത് P150 ഏതാ മോഡൽ? നമുക്കൊരു 80 രൂപ കൊടുത്താൽ 23 മോഡലാണ്. 80,000 രൂപ അല്ലേ? എത്ര ഓടിയിട്ടുണ്ടാവും? അതൊരു 29-30 ഓടിയിട്ടുണ്ട്. 30,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടിയാണ്. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതെ, ഇവിടെ NS 160 ഇരിക്കുന്നുണ്ട്, NS 200 ഇരിക്കുന്നുണ്ടല്ലേ? ഈ 160 ഏതാ മോഡൽ? 2023 മോഡലാണ്. 23. എത്ര ഓടിയിട്ടുണ്ടാവും രണ്ടും? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 16,000 കിലോമീറ്റർ. 16,000 കിലോമീറ്റർ. 16-20 അത്ര ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ വില എത്ര വരും? അത് ഒരു 1.10 വരും. 1.10 എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കുറക്കോ? എന്തെങ്കിലും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുക. ചെറിയ രീതിയിൽ നമ്മുടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും കുറച്ച് കൊടുക്കണം. ഈ വണ്ടിക്ക് മാത്രമല്ല എല്ലാ വണ്ടിക്കും കുറച്ച് കൊടുക്കുന്നതായിരിക്കും. ഇദ്ദേഹത്തെ കണ്ടവതി. ഇദ്ദേഹത്തിന്റെ പേര് ഒന്നുകൂടി പറയാണ്. അമൽ എന്നാണ് പേര് വരുന്നത് അല്ലേ? പണ്ടത്തെ സുഹൃത്താണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് ഞാൻ പറയുന്നത് കേട്ടാ. അടുത്തത് NS 200. അത് 2023 മോഡല്. നമുക്ക് ഒരു 1.35 കൊടുത്തേക്കാം. 1.35 കൊടുക്കോ? 1.35 കൊടുക്കും. ഓക്കെ, അപ്പൊ എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഒരു 20 രൂപ അടച്ചാൽ മതി. 20 രൂപ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സ്പോട്ട്. നമുക്ക് ഫിനാൻസിന് ഏതൊക്കെ പാർട്ടീസ് ഉണ്ട് ഇപ്പൊ? നമുക്ക് IDFC ചെയ്യും, വീൽസ് ചെയ്യും, സുപ്രയും, ടർബോ ചെയ്യും, ഫ്രൈഡി ചെയ്യും. ഫിനാൻസ് ചെയ്യാൻ ഒരുപാട് ടർബോ ഒക്കെ പുതിയ പേരുകളാണല്ലോ. അതെ, ഉണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പൊ അതായത് നിങ്ങൾക്ക് ഏത് ഫിനാൻസ് വേണമെങ്കിലും നിങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അല്ലേ? ഓരോരുത്തരുടെ നമ്മുടെ സിവിലും കാര്യങ്ങളും സിവിൽ കുറഞ്ഞവർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ സിബിൽ കുറഞ്ഞവർക്ക് ഒരു പാർട്ടി, സിബിൽ കൂടിയവർക്ക് ഒരു പാർട്ടി. അതിന്റേതായ വ്യത്യാസങ്ങളുണ്ടാവും, കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ട്രാക്കും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് കുറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങോട്ടും കുറച്ച് വണ്ടിയിൽ ഇരിക്കുന്നുണ്ടല്ലേ? 2021 മോഡൽ. എന്ത് വില വരും? ഇത് നമുക്കൊരു 95 രൂപയ്ക്ക് കൊടുക്കാം. 95. എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഒരു 20 രൂപ. 20 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി കിട്ടുന്നതാണ്. വണ്ടി എങ്ങനെയുണ്ട് കണ്ടീഷൻ? ടയർ കുഴപ്പമില്ലല്ലേ?
ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടിയാണ്. അടുത്തത് വെസ്പ. ഇതേതാ മോഡല്? 12 മോഡല്. 12 മോഡല്. 12 ഒരു 22 രൂപയ്ക്ക് കൊടുക്കാം. 12 ഫിനാൻസ് കിട്ടൂലേ? ഇല്ല. നമുക്ക് 13 14 15 മുതലേ ഫിനാൻസ് കിട്ടുള്ളൂ. അപ്പൊ റെഡി ക്യാഷിന് എടുക്കേണ്ടി വരും. എത്ര ഓടിയിട്ടുണ്ട്? 22 പ്രൈസ് നമുക്ക് 22 രൂപ കൊടുക്കാം. 10-30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വില 22,000. ഓക്കെ. അടുത്ത എൻടോർക്ക് 125 23 മോഡല്. അത് നമുക്കൊരു 80 രൂപയ്ക്ക് കൊടുക്കാം. 11,000 കിലോമീറ്റർ എൻടോർക്ക് ആണ്. അപ്പോ അടുത്ത വണ്ടി അവനിസ് ആണ്. 80 രൂപയ്ക്ക് കൊടുക്കാം. 80,000. ഏതാ മോഡല്? 23 മോഡല്. 23 മോഡല്. 79 രൂപയ്ക്ക് കൊടുക്കാം. 79. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? അത് വലിയ ഓട്ടോ ഓടാത്ത വണ്ടിയാണ്. ഇത് 14 മോഡലാണ്. 14 മോഡല്. ഒരു 24 രൂപയ്ക്ക് കൊടുക്കാം. 14 മോഡല് 24,000 രൂപ അല്ലേ? ഏകദേശം കിലോമീറ്റർ കറക്റ്റ് ആണോ? കിലോമീറ്റർ അത്ര പഴക്കമുള്ളല്ലേ, നമുക്ക് മീറ്റർ ചേഞ്ച് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്. മാറ്റിയിട്ടുണ്ട്. അപ്പൊ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല, ക്ലീൻ ആണ് വണ്ടി. ക്ലീൻ പീസ് വണ്ടിയാണ്, കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അടുത്തത് ഫസീന വണ്ടി 24 മോഡല്. പുതിയ വണ്ടി. പുതിയത് ഹൈബ്രിഡ് ആണ്. 15,000 കിലോമീറ്റർ ആണ്. എന്താ വില വരുന്ന? ഇതിന് ഒരു 85 രൂപയ്ക്ക് കൊടുക്കാം. 8.5. ഇത് 24 മോഡലാണ്. അതും 85,000 കൊടുത്തേക്കാം. ഇത് 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഇതൊക്കെ എത്ര ഡൗൺ പേയ്മെന്റ് വരും? 15 രൂപ റേഞ്ച് ഒക്കെ ഇറക്കാം. സ്കൂട്ടേഴ്സ് ഒക്കെ 10-15 റേഞ്ചില് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തതിന്റെ ബാക്കിൽ ഡി ഇരിക്കണ്ടല്ലോ, അത് 23 മോഡല്. 9,139 കിലോമീറ്റർ കേട്ടോ. നിസാര കിലോമീറ്റർ. എന്താ വില? അത് ഒരു 80 രൂപ. 79 രൂപയ്ക്ക് കൊടുക്കാം. 79,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ പോലെ പ്ലാറ്റിന 23 മോഡല് ഒരു 60 രൂപയ്ക്ക് കൊടുക്കാം. 23 മോഡല് വണ്ടി ഒന്ന് കാണട്ടെ, മാറി കൊടുക്കൂ. 2023 മോഡൽ 60,000 രൂപയാണ് പ്ലാറ്റിനയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസ് കിട്ടുന്നതാണ്. ഏകദേശം ഒരു 10,000 ഡൗൺ പേയ്മെന്റിൽ വണ്ടി കിട്ടുന്നതാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഏകദേശം 70-75 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോ റേഡിയോ 22 മോഡൽ 60 രൂപയ്ക്ക് കൊടുക്കാം. 22 മോഡൽ 60,000 രൂപ. CT 110X ആണെങ്കിൽ ഇത് 22 മോഡൽ. ഇത് രണ്ടും 22 മോഡലാണ്. നമുക്ക് ഇത് രണ്ടും ഒരു 55 രൂപ 53 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 12,000 കിലോമീറ്റർ, ഇത് 10,000 കിലോമീറ്റർ. 55,000 രൂപ രണ്ട് വണ്ടിക്കും ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 10 രൂപയ്ക്ക് കൊടുക്കാം. 53 ആക്കി. ഓഫറാണ്. ഇനി കുറയോ? ഇനി നമുക്ക് നോക്കാം, വരുമ്പോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കാം. 50 രൂപ നടക്കോ? നടക്കുന്ന പോട്ടെ, വണ്ടി ഒഴിവാണ്ടേ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അടുത്തത് പാഷൻ പ്ലസ്. ഏതാ മോഡല്? ഇത് 24 മോഡല്. 24 മോഡല് 78 രൂപ. 78 രൂപ. എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8,000. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. ഓണർഷിപ്പ് കൂടിയ വണ്ടികൾ ഏതെങ്കിലും നമ്മുടെ ഇരിക്കുന്നുണ്ട് ഇപ്പോ? ഓണർഷിപ്പ് ഇല്ല, കൂടി പോയാൽ സെക്കൻഡ് ഓണർഷിപ്പ് വന്നാലേ വരുന്നുള്ളൂ. ഇല്ല, കറന്റ്ലി ഇരിപ്പില്ല. അത് മാത്രം ഇരിപ്പുണ്ട്. 160 സെക്കൻഡ് ഓണർ ആണ്. ബാക്കി എല്ലാം സിംഗിളാ. ഓക്കെ, അപ്പൊ ഗ്ലാമർ എക്സ്ട്രാ 22 മോഡല്. 22 മോഡല് സിംഗിൾ ഓണർ ആണ്. 22,000 കിലോമീറ്റർ ഓടിയത്. എന്താ വില? 65 രൂപ. 65 രൂപ. ഇത് TVSന്റെ റൈഡർ. നമുക്ക് 23 മോഡല് 79 രൂപ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഇച്ചിരി ഓട്ടം ഉണ്ട്, 30 ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ടയർ ചേഞ്ച് ചെയ്തായിരിക്കും. പുതിയ ടയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്തത് CT 110X 24 മോഡൽ 65 രൂപ. 24 മോഡൽ 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000 ഉള്ളൂ. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്താ വില? 65 രൂപ. 65 രൂപയാണ് വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റിൽ 15 രൂപയ്ക്ക് ഇറക്കാം. നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. ഇത് പൾസർ 150. ഇത് 19 മോഡൽ ഒരു 55 രൂപയ്ക്ക് ഇറക്കാം. 19 മോഡൽ 55,000 രൂപ അല്ലേ? ഇതാണെങ്കിൽ ഒരു 18 മോഡൽ ഒരു 60 രൂപയ്ക്ക് ഇറക്കാം. 160 ആണത്. NS 160 18 മോഡൽ എത്ര? 60 രൂപ. 60,000 രൂപ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഇത് സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ, അടുത്ത CT 125X. അത് ആ റേഞ്ച് തന്നെ. 22 മോഡൽ ഒരു 55 രൂപ റേഞ്ച് വരും. 55 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസ് കിട്ടുന്നതാണ്. ഏകദേശം 30,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. അപ്പോ ഇനി എന്തെങ്കിലും വണ്ടി വരാനുണ്ടോ? നമുക്ക് സ്റ്റോക്ക് കുറച്ച് വരാനുണ്ട്. ഡോമിനാറെല്ലാം ഇരിപ്പുണ്ട്. 24 മോഡൽ ഡോമിനാർ ഇരിപ്പുണ്ട്. കുറച്ച് വണ്ടികൾ വരാനിരിക്കുന്നു. ഓക്കെ, വണ്ടികൾ കുറച്ച് കുറവാണ്. GST ഇഷ്യൂ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പൊതുവെ വണ്ടി പർച്ചേസിങ് നമ്മൾ കുറച്ചായിരുന്നു കഴിഞ്ഞ മാസം. അപ്പൊ നമ്മുടെ ഫുൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യം നമ്മുടെ പേജിന്റെ പേര് മോട്ടോബിയിൽ പുതിയ വണ്ടി വരുമ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാ വണ്ടിയുടെ A-Z കാര്യങ്ങൾ പറയുന്നത് ഈ കണ്ട വണ്ടിയുടെ ഫോളോ അപ്പ് ചെയ്തേക്കാം. പേജ് ഞാൻ കാണിച്ചേക്കാം. അപ്പോൾ ഈ കണ്ട വണ്ടിയിൽ ഏതെങ്കിലും വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളും വേണമെങ്കിലും പേജിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 3-4 ഫോട്ടോസ് ഉണ്ടാവില്ലേ? അതിനകത്ത് തന്നെ വണ്ടിയുടെ കിലോമീറ്റർ, ഓണർഷിപ്പ്, ഡൗൺ പേയ്മെന്റ് എത്ര ഉണ്ടാവും. പിന്നെ വിലയുടെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മുടെ വില കുറച്ച് കുറവായിരിക്കും, സ്വാഭാവികമായിട്ടും ഇട്ടേക്കണ വില കൂടുതലായിരിക്കും. അങ്ങനെ ആവണല്ലോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കിന്നടിമുക്ക്, പൈപ്പ് ലൈൻ റോഡിൽ കിന്നടിമുക്കിലാണ് വരുന്നത്. അപ്പൊ ഷോപ്പിന്റെ പേര് മോട്ടോബിയിലാണ്. നമ്മുടെ അടിച്ചു കൊടുത്താൽ കിട്ടൂലേ ആപ്പില്? കറക്റ്റ് ഇവിടെ എത്തിക്കോ?
അടിച്ചു കൊടുത്താൽ കിട്ടും. അടിച്ചു കൊടുത്താൽ കറക്റ്റ് ഇവിടെ ഗൂഗിൾ അമ്മച്ചി എത്തിക്കും. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. അമ്മച്ചി എത്തിയില്ലെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം. ഏതൊക്കെ സമയത്ത് വിളിക്കാം? നമുക്കൊരു 10 മണി തൊട്ട് ഒരു 8 മണി 9 മണി വരെയൊക്കെ വിളിച്ചു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പൊ അമൽ, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ഒരു ബൈ കൊടുത്തേക്ക്. ഓക്കെ, ബൈ.